Hi friends, welcome to TalksandCrafts. I am Helna. Today we will do Scrapbook 5th page. This is the page. So, this page is how to do I have 30 x 30 cm square contain a pink heart cut it. Red small hearts cut it. I love you letters paste it. Now, we will mark the center point pink heart. We will make an envelope. Square or rectangle piece. Square is normally but I will heart shape envelope. I have a pink satin ribbon. That's why hearts are I love you. So, distance equal intervals. We cut it. Satin ribbon extra length. We will envelope liquid glue. എന്നിട്ട് നമ്മൾ ആ സാറ്റിൻ റിബണിന്റെ എൻഡ് അതിന്റെ ഉള്ളിലേക്ക് സ്റ്റിക്ക് ചെയ്തു കൊടുക്കും. നമ്മൾ എൻവലപ്പിലേക്ക് ഈ സാറ്റിൻ റിബൺ നന്നായിട്ട് സ്റ്റിക്ക് ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് ഇത് ഒട്ടിച്ചു കൊടുക്കും സ്റ്റാർട്ടിങ്ങിൽ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ എൻ്റെ സെക്കൻഡ് സ്ക്രാപ്പ് ബുക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട്. അതിനുശേഷം നമ്മൾ ഈ എൻവലപ്പിലേക്ക് സിക്സാഗായിട്ട് ഇത് മടക്കി നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം, എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ആ ബിഗിനിങ്ങില്ലേ നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചു കൊടുത്ത ആ ഒരു ഹാർട്ടുള്ള അത് പുറത്തേക്ക് കിടക്കും. സോ നമുക്കിങ്ങനെ വലിച്ചെടുക്കാം. പിന്നെ അതേപോലെ തന്നെ സിക്സാഗായിട്ട് മടക്കി വെച്ചാൽ മതി. സോ അത് വലിച്ചെടുക്കാൻ വേണ്ടി നമ്മളത് പുറത്തേക്ക് ഇട്ടേക്കും. നമ്മുടെ എൻവലപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനൊരു സാറ്റിൻ റിബൺ വെച്ച് ടൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ബേസിലേക്ക് മെയിൻ പേജിലേക്ക് അത് ഒട്ടിച്ചു കൊടുത്തു. എക്സ്ട്രാ ആയിട്ട് വരുന്ന സാറ്റിൻ റിബൺ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ടിപ്പ് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ 18 x 8 cm സ്ക്വയർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് 4 വശത്തൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് സെൻറ്റർ പോയിൻറ്റിലേക്ക്. അതിനുശേഷം ഞാൻ കുറച്ച് ബ്ലാക്ക് ചാർട്ടിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് അതിൽ റെഡ് ഹാർട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ സ്ക്വയർ ഇതിൻ്റെ ഓരോ ലീഫിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നു. നമുക്കിനി ഇതങ്ങനെ ലോക്ക് ചെയ്യേണ്ടി നോക്കാം. ആദ്യത്തെ 3 വെച്ചിട്ട് നാലാമത്തേത് ഏറ്റവും ഫസ്റ്റിലത്തേൻ്റെ അടിയിൽ ഒരു സൈഡും മറ്റേത് ഏറ്റവും ടോപ്പിലും വരണം. ഒന്നും കൂടി കാണാം. നമ്മൾ സ്റ്റെൻസിൽ വെച്ചിട്ട് കുറച്ച് ഡിസൈൻ വരച്ചിട്ടുണ്ട് പേജിൽ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കാർഡ് ഒട്ടിച്ചു കൊടുക്കുന്നു. ഒരെണ്ണം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ നമ്മുടെ പേജിനെ കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. കുറച്ച് സ്റ്റാർസൊക്കെ വെച്ചിട്ട് പിന്നെ പ്രിൻറ്റഡ് പേപ്പേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ച് നമ്മൾ ഫുൾ പേജ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്.
നമ്മൾ നമ്മുടെ പേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ സ്ക്രാപ്പ് ബുക്കിൻ്റെ 5th പേജാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.